നമ്മൾ നാട്ടിലുള്ളവരോടുകൂടി ഈ കാര്യം പറയണം. ചിലവുകൾ കൃത്യമായി മാനേജ് ചെയ്യുമ്പോൾ അത് എവിടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ചിലവ് ചെയ്യാൻ നാട്ടിലുള്ളവരോടുകൂടി പറയണം. ആ ഒരു കാര്യം നാട്ടിലുള്ളവരെ കൂടി അറിയിച്ചാലേ നമുക്കിതിൻ്റെ എനിക്ക് അത്യാവശ്യം നല്ല വരുമാനമുണ്ട്, പക്ഷേ ഈ വരുമാനം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായി അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊരു ചിന്ത സമൂഹത്തിൽ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ ന്യൂ ജനറേഷൻ ആളുകൾക്കിടയിൽ. അവർക്ക് കൃത്യമായിട്ട് ഒരു നോളജും ഇതിനെപ്പറ്റി ഇല്ല. എങ്ങോട്ടാണ് അവരുടെ ഫണ്ട് വരുന്നതെന്നും പോകുന്നതുമുള്ള ഒരു ബോധവും അവർക്കില്ല. ആരുടെയും കുറ്റമല്ല, കാരണം നമ്മൾ ആരും ഒരിടത്ത് ഇത് പഠിച്ചിട്ടില്ല. നമ്മൾ സ്കൂളിൽ പോയപ്പോൾ നമ്മൾ പഠിച്ചു നല്ല ജോലി കിട്ടണം, നന്നായിട്ട് ജീവിക്കണമെങ്കിൽ നല്ല ജോലി കിട്ടണം, നല്ല വരുമാനം ഉണ്ടാകണമെന്ന് നമ്മൾ സ്കൂളിൽ പോയപ്പോൾ നമ്മൾ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ പേരൻസും പറഞ്ഞിട്ടുണ്ട് നല്ല ജോലി കിട്ടണം, അച്ഛനും അമ്മയ്ക്കും അഭിമാനമുള്ളവരായി വളരണം, അല്ലേ, നല്ല ഇൻകം ഒക്കെ ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കണം, എന്നാലും നിനക്ക് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലും നമ്മൾ പലപ്പോഴും സംസാരിക്കാറുള്ള വിഷയവും ഇതുതന്നെയായിരുന്നു. പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞ് ഒരു വരുമാനം വന്നു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പലപ്പോഴും പലരെയും കൊണ്ടും സാധിക്കാറില്ല. ഈവൻ ഫിനാൻഷ്യൽ ഫീൽഡിൽ പോലും അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയി ആണെങ്കിൽ പോലും പലപ്പോഴും ഈ കാഴ്ച കാണാറുണ്ട്. അപ്പോൾ ഒരു വളരെ ചെറിയ രീതിയിൽ ഇതിനൊരു തോട്ട് പ്രോസസ്സിലൂടെ തന്നെ നമുക്കിതിനെ ചേഞ്ച് ചെയ്യുന്ന രീതി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. വലിയ വലിയ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒന്നാമതായി വേണ്ടത് എൻ്റെ എക്സ്പെൻസുകൾ എനിക്കറിയില്ല എന്ന് നമ്മൾ സ്വയം വിലയിരുത്തി മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്കെല്ലാം അറിയാം എന്നൊരു ചിന്ത നമുക്ക് മാറ്റിവെക്കാം. ഇതെൻ്റെ പ്രശ്നമാണ്, ഇതെൻ്റെ ന്യൂനതയാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ഇൻകം എത്ര ആണെന്ന് നമുക്കറിയണം. അത് ഓൾമോസ്റ്റ് ഒരു സാലറി കിട്ടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കറിയാം എല്ലാ മാസവും സാലറി വരുന്നുണ്ട്, ഇന്ന ദിവസം വരും, ചിലപ്പോൾ 1-2 ദിവസം ലേറ്റ് ആയാൽ പോലും ഇതാണ് എൻ്റെ ഇൻകം എന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ പോലും ഏകദേശം ഓരോ മാസത്തെയും ഇൻകം നമുക്ക് അറിയാൻ സാധിക്കാറുണ്ട്. ചില ആളുകൾക്ക് മാത്രമാണ് ഓരോ മാസവും വ്യത്യസ്തമായ ഇൻകം ഉണ്ടാവാറുള്ളത്. എന്നാൽ പോലും ഏകദേശം ഇൻകം മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് 90% ആളുകളും. അപ്പോൾ നമുക്ക് ഇൻകവും മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് പലപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാവാറുള്ളത്. എന്താണ്? എക്സ്പെൻസ് എത്രയാണ് എന്ന് നമുക്കറിയില്ല. നമുക്ക് വരുന്ന നമ്മുടെ ഇൻകം എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് ഓരോ പ്രവാസികളെയും രണ്ടായിട്ട് തന്നെ എടുക്കാം. ഒന്ന് ബാച്ചിലറായിട്ട് താമസിക്കുന്നതും 2 ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാരെ. ആദ്യം നമുക്ക് ബാച്ചിലറായിട്ട് താമസിക്കുന്ന ഒരു പ്രവാസിയുടെ എക്സ്പെൻസ് എങ്ങോട്ടൊക്കെ ആയിരിക്കും പോകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബാച്ചിലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗൾഫിൽ അല്ലെങ്കിൽ പ്രവാസ മേഖലയിൽ നിൽക്കുന്ന സമയത്ത് ഗൾഫ് എന്ന വാക്ക് പലപ്പോഴും നാട്ടിൽ വന്നു പോവുകയാണ്. നമുക്കറിയാവുന്ന ഇന്നിപ്പോൾ ന്യൂ ജനറേഷൻ ആൾക്കാർ പലരും UK-ലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും കാനഡയിലുമൊക്കെയാണ്. നമുക്ക് ക്ലയൻസ് അവിടെ നിന്നൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അറിയാതെ ഗൾഫ് എന്നൊരു വാക്ക് പണ്ട് മുതലേ നമ്മുടെ വായിൽ വരുന്നതാണ്. പ്രവാസി എന്ന വാക്ക് തന്നെയായിരിക്കും ഉചിതം, അല്ലേ? അപ്പോൾ ഒരു പ്രവാസി ബാച്ചിലർക്ക് നമുക്ക് വരുന്ന ചിലവ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പ്രവാസിയാണ് ബാച്ചിലർ ആണെങ്കിൽ അവർക്ക് അവർ നിൽക്കുന്ന സ്ഥലത്തെക്കാട്ടിൽ ചിലവ് ഒരു പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ നാട്ടിലായിരിക്കും. നാട്ടിൽ പേരൻസിൻ്റെ ചിലവ് കാണും, അതേപോലെ തന്നെ വൈഫ്, കുട്ടികൾ, ഇവരുടെ ചിലവും ഉണ്ടാകും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫണ്ടിൻ്റെ സോഴ്സ് പോകുന്നത് നാട്ടിലേക്കായിരിക്കും. അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന എത്രയാണ് നമുക്കറിയാൻ പറ്റും. കാരണം ഓരോ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്നുമാണ് ആ പർട്ടിക്കുലർ ബാങ്കിലേക്ക് ക്യാഷ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മാസത്തെ നാട്ടിൽ അയച്ച ക്യാഷ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നാട്ടിലേക്കുള്ള ക്യാഷ് അയച്ചു, ഇനി ബാക്കിയുള്ള ക്യാഷിനെ ഒരു ദിവസം നമ്മളൊന്ന് ഇരുന്ന് അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ആദ്യകാലത്ത് പഠിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു എക്സൽ ഷീറ്റ് ഉപയോഗിക്കാം. ഇത് എക്സൽ ഷീറ്റ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ പൈസയ്ക്ക് കിട്ടുന്ന നോട്ട് പാഡ് വാങ്ങിക്കാം, അതിൽ എഴുതി വെച്ച് ശീലം ആരംഭിക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്കിപ്പോൾ ഒരു ബാച്ചിലർ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസുകളായിരിക്കും വരിക. റൂം റെൻറ്റ് സ്വാഭാവികമായി ഉണ്ടാകും, ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരും, ഓരോ മാസത്തെയും എനർജി മീറ്റർ എക്സ്പെൻസ് കൊടുക്കേണ്ടി വരും. 3 നമുക്ക് ഫുഡ് എക്സ്പെൻസ് ഉണ്ടാവാറുണ്ട്. 4 ഇൻ്റർനെറ്റ് എക്സ്പെൻസ് ഉണ്ടാവാറുണ്ട്. 5 ഷോപ്പിംഗ് പോലെയുള്ള കാര്യങ്ങൾ, അതർ എക്സ്പെൻസ്, അതുപോലെ സ്നാക്സ് കഴിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ മറ്റ് ദുശീലങ്ങളുള്ളവരായിരിക്കും. അങ്ങനെ കുറേ എക്സ്പെൻസ് നമുക്ക് ഒരു മാസം പോകാറുണ്ട്.
അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനിയും അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. ട്രാക്ക് ചെയ്തേ പറ്റൂ, എന്നാലേ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഓൺലൈനായിട്ടുള്ള പേയ്മെൻറ്റുകളാണ് ഇന്ന് പലപ്പോഴും എല്ലാവരും തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ ഓൺലൈൻ പേയ്മെൻറ്റുകൾ ഒരുപാടായി പോകുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു നെഗറ്റീവാണ്. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പേഴ്സിൽ നിന്ന് ക്യാഷ് എടുത്ത് ചിലവാക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, അത് നമ്മൾക്ക് തന്നെ അറിയാൻ സാധിക്കും നമ്മളുടെ ചിലവ് കൂടുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബാലൻസ് പോലും നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യാറില്ല, പേയ്മെൻറ്റുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു കാര്യം, നിങ്ങളൊരു പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, എക്സാമ്പിൾ ഒരു ചായയും സ്നാക്സും വൈകിട്ട് എല്ലാ ദിവസവും കഴിക്കുന്ന ആൾ വൈകിട്ട് ചായയും സ്നാക്സിനും പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ടീ ആൻഡ് സ്നാക്സ് എന്ന് എഴുതി വെക്കുക പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ. അങ്ങനെ എഴുതി വെച്ച് ശീലിച്ച് തുടങ്ങിയാൽ ഓരോ ആഴ്ചയിലും നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ എവിടെയാണ് നമ്മുടെ എക്സ്പെൻസ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും വലിയ പോയിൻ്റാണ്, കേൾക്കുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇത് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, എക്സ്പെൻസിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ പ്രശ്നത്തിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ എക്സ്പെൻസുകളൊക്കെ ഓരോ ആഴ്ചയിലും ഇരുന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമില്ലാത്ത എക്സ്പെൻസ് എങ്ങോട്ടാണ് പോകുന്നത് കണ്ടുപിടിക്കും. ഒരു പക്ഷേ സിഗരറ്റ് കൂടുതലായി വലിക്കുന്ന ഒരാളുണ്ടാവും. അപ്പോൾ സിഗരറ്റ് വലിക്കാൻ മാത്രം ഒരു വലിയ എമൗണ്ട് ഒരാഴ്ച തന്നെ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ സിഗരറ്റ് വലി കുറച്ചേ മതിയാവൂ, ഇത് ദുശീലമാണ്, അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ക്യാഷും പോകുന്നൊരു പരിപാടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് സിഗരറ്റ് വലി കുറച്ച് കുറയ്ക്കുക. അത് ഭാവിയിൽ അത് നിർത്താനും ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ടീ സ്നാക്സ് എല്ലാ ദിവസവും ടീയും സ്നാക്സും കുടിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ക്രമേണ കുറയ്ക്കുക. ഈ സ്നാക്സ് എണ്ണപ്പലഹാരങ്ങൾ കഴിച്ച് ശരീരം കേടാക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഷോപ്പിംഗ് ചെയ്യുന്നവർ, കണ്ടമാനം ഡ്രസ്സുകൾ വാങ്ങുന്ന ആളുകളുണ്ട്. ഓരോ മാസവും ആവശ്യമില്ലാതെയും ഡ്രസ്സുകൾ വാങ്ങുക, അല്ലെങ്കിൽ ഒരു ഒക്കേഷൻ വരുമ്പോൾ ആവശ്യമില്ലാതെ ഡ്രസ്സ് വാങ്ങുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പിങ്ങുകൾ, ഡ്രസ്സിനായാലും ഗാഡ്ജറ്റ്സിനായാലും ആവശ്യമില്ലാതെ ചെയ്യുന്നവർ അതും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തു അതും സൂക്ഷിക്കുക. അതിനകത്ത് ഒരു മാസം എത്ര രൂപയുടെ ഡ്രസ്സ് വാങ്ങിച്ചു, എത്ര രൂപയുടെ ഷോപ്പിംഗ് ചെയ്തു, എത്ര രൂപയുടെ ടീ, സ്നാക്സ്, സിഗരറ്റ് അല്ലെങ്കിൽ മറ്റ് ആവശ്യമില്ലാത്ത ചിലവുകൾ എന്ന് ട്രാക്ക് ചെയ്യുക. അത് ഓൺലൈൻ പേയ്മെൻറ്റ് ആകുമ്പോൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങളൊന്ന് ഇരുന്ന് ട്രാക്ക് ചെയ്യണം. ബാച്ചിലർ ആകുമ്പോൾ ഈ ട്രാക്കിങ്ങിലൂടെ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കി ഇപ്പോൾ റൂം റെൻറ്റും ഇലക്ട്രിസിറ്റിയും അല്ലെങ്കിൽ ഇൻ്റർനെറ്റും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അത് കൊടുത്തേ പറ്റും. ഇനിയും മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ നാട്ടിലുള്ളവരോടുകൂടി ഈ കാര്യം പറയണം. ചിലവുകൾ കൃത്യമായി മാനേജ് ചെയ്യുമ്പോൾ അത് എവിടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ചിലവ് ചെയ്യാൻ നാട്ടിലുള്ളവരോടുകൂടി പറയണം. ആ ഒരു കാര്യം നാട്ടിലുള്ളവരെ കൂടി അറിയിച്ചാലേ നമുക്കിതിൻ്റെ ഒരു ഗുണം കൃത്യമായിട്ട് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ സൂക്ഷിക്കാൻ പഠിക്കുക. ഒരു മാസത്തെയെങ്കിലും നമ്മുടെ വരുമാനം നിന്ന് പോയാലും ഒരു മാസത്തെയെങ്കിലും അറ്റ്ലീസ്റ്റ് ചിലവിനുള്ള ക്യാഷ് ബാങ്കിൽ മാറ്റിവെക്കാൻ ശീലിക്കുക. അതേപോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, അതിപ്പോൾ ബാച്ചിലർ ആയാലും ഫാമിലി ആയാലും നിർബന്ധമായിട്ടും എടുത്തു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ വലിയ മാറ്റം ഒരു ബാച്ചിലറിനുണ്ടാവും. ഇനിയിപ്പോൾ ഫാമിലി ആയിട്ട് ഗൾഫിൽ താമസിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ടേബിളിൽ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചിലവുകൾ വളരെ കൂടുന്നുണ്ട്, ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഇരുന്ന് തീരുമാനിക്കുക. ശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ നിങ്ങളൊരു ടീം ലീഡറായിട്ട് തിരഞ്ഞെടുക്കുക. അത് വൈഫാവാം, ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ കുട്ടികളൊക്കെ മുതിർന്ന കുട്ടികളാണെങ്കിൽ അതിൽ നിന്നുള്ള കുട്ടിയെ തിരഞ്ഞെടുക്കാം. ആ ടീം ലീഡറെ തന്നെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുക. ഓരോ മാസത്തെ എക്സ്പെൻസ് കണ്ടുപിടിക്കാനും അത് ചിലവാക്കാനും ഒരാളെ തന്നെ ഏൽപ്പിക്കുക. എല്ലാവരും കൂടി ചിലവാക്കുമ്പോൾ ഒരു പക്ഷേ ഓരോ മാസവും നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ചിലവ് പോകും. അതുകൊണ്ട് ആ ടീം ലീഡറെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ടീം ലീഡർ തന്നെ ഓരോ മാസവും ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ ഒന്നെങ്കിൽ എക്സലിലോ അല്ലെങ്കിൽ നോട്ട് പാഡിലോ സൂക്ഷിക്കുക. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വളരെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി തന്നെ പോവുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഫാമിലി ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരുപക്ഷെ നമുക്ക് ഔട്ടിങ് കൂടുതലാവാം, അല്ലെങ്കിൽ പുറത്തുള്ള ഫുഡ് വാങ്ങുന്ന എക്സ്പെൻസ് കൂടുന്നുണ്ടാകാം അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കണ്ടുപിടിച്ചിട്ട് പരമാവധി അത് കുറച്ചുകൊണ്ട് എക്സ്പെൻസസ് ഒഴിവാക്കാനായിട്ട് ആവശ്യമില്ലാത്ത എക്സ്പെൻസുകൾ ഒഴിവാക്കി നമുക്കൊരു ട്രാക്കിലാക്കാൻ ശ്രമിക്കുക. ഫ്ലാറ്റിന് റെൻറ്റും മറ്റു കാര്യങ്ങളൊന്നും കുറയ്ക്കാൻ പറ്റുന്ന സാഹചര്യമല്ലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് കുറഞ്ഞ ഫ്ലാറ്റിലേക്ക് പോകാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അതും സ്വീകരിക്കാവുന്നതാണ്. പലപ്പോഴും പലരുടെയും പ്രശ്നം ഒരു സിംഗിൾ സോഴ്സ് ഇൻകം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഹസ്ബൻഡ് മാത്രമായിരിക്കാം വരുമാനമുള്ളത്. അപ്പോൾ വൈഫും എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ, വൈഫിനും ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൈഫാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻകം വൈഫ് കൂടി ജനറേറ്റ് ചെയ്താൽ ഒരു പക്ഷേ പലരുടെയും ജീവിതത്തിൽ വലിയ
മാറ്റം ഉണ്ടാവും നമ്മൾ കാണാറുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. പക്ഷേ അത് നമ്മുടെ ഫാമിലിയിൽ പറ്റുന്നതാണെങ്കിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതും സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ബാച്ചിലർ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ തന്നെ ട്രാക്കിങ്ങിൽ കൂടി തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും അവസാനിക്കും. അതിനുശേഷം ഒരു 2-3 മാസം ഈ കൃത്യമായിട്ട് നമ്മുടെ എക്സ്പെൻസും ഒക്കെ കണ്ടുപിടിച്ച് ട്രാക്ക് ചെയ്ത് അതൊരു എക്സൽ ഷീറ്റിൽ കൊണ്ടുപോകാൻ സാധിച്ചത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നുള്ളത്. ഇനിയും ഉള്ളത് പ്രശ്നം നമ്മുടെ ഇൻകത്തിൻ്റെ മുകളിലേക്ക് ഒരു കാരണവശാലും ഈ എക്സ്പെൻസ് പോകരുത്. പലരുടെയും പ്രശ്നം അതാണ്, എക്സ്പെൻസ് വളരെ കൂടുതലും ഇൻകം കുറവാണ്. അപ്പോൾ പലരുടെ നിന്നും കടം വാങ്ങിക്കും, ആ കടം റോൾ ചെയ്ത് നടക്കാത്തൊരവസ്ഥ വരുമ്പോൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കും, ഒരു ഹ്യൂജ് ലോൺ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് പലരും പെട്ടുപോകുന്നത്. പിന്നെ ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കും പോകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ട്രാക്ക് ചെയ്യുക. അതിനുശേഷം ഇൻകം മൈനസ് എക്സ്പെൻസ് ആയിരിക്കണം. അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും ശീലിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ അർത്ഥമില്ലാതായി പോകില്ല. അതുകൊണ്ട് ഇൻകം മൈനസ് എക്സ്പെൻസ് ഈസിക്കൽ ടു സേവിങ് എന്ന രീതിയിലേക്ക് ഒരു സേവിങ് എമൗണ്ട് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം വേണം നമുക്ക് ഭാവിയിൽ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാനും ഒക്കെ തന്നെയും. അതുകൊണ്ട് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല എന്ന് എനിക്കും നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ മൈൻഡ് സെറ്റ് സ്വഭാവത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ വലിയ മാറ്റം ഉണ്ടാകും. ഒരുപാട് ആളുകളെ ഈ ഒരു ചെറിയ കാര്യത്തിൽ കൂടി, ഈ ഒരു ട്രാക്കിംഗ് സിസ്റ്റത്തിലൂടെ കൂടി തന്നെ മാറ്റിയെടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും പോലെയുള്ള സർവീസുകൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.